ഇറാനിൽ നിന്ന് സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. നമുക്കറിയാം, ഇറാന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമാണ് റഷ്യയും ചൈനയും പിന്നെ ഇന്ത്യയും. ഇറാനെ ഏത് നിമിഷവും അമേരിക്ക ആക്രമിക്കാനായി കാത്തു നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാനിൽ ഇപ്പോൾ റഷ്യ ഇറങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അമേരിക്കയുടെ ഉപഗ്രഹമായിട്ടുള്ള ഇന്റർനെറ്റ് സേവന ദാതാവായിട്ടുള്ള സ്റ്റാർലിങ്കിന്റെ ഉപഗ്രഹം തകർത്തുകൊണ്ടാണ് റഷ്യ തന്റെ വരവറിയിച്ചിരിക്കുന്നത് ഇറാനിൽ എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇറാനിലെ ഭരണവിരുദ്ധ പ്രതിഷേധം 3-ാം വാരത്തിലേക്ക് കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 280 ഇടങ്ങളിലെങ്കിലും ഇപ്പോഴും പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഇറാൻ സർക്കാർ ഇന്റർനെറ്റ് വിച്ഛേദിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധങ്ങളെ എല്ലാം തന്നെ തകർക്കാനായി, അല്ലെങ്കിൽ പ്രതിഷേധങ്ങളെ എല്ലാം തന്നെ തകർക്കാൻ അല്ലെങ്കിൽ അതിനെ നിർത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കലാപം മറ്റുള്ള സ്ഥലങ്ങളിൽ വ്യാപിക്കുന്നത്, ഈ കലാപത്തിന്റെ ദൃശ്യങ്ങളും ഇതിന്റെ ആഹ്വാനങ്ങളും മറ്റ് സ്ഥലങ്ങളിലെ ആൾക്കാരുടെ കയ്യിൽ എത്തുമ്പോഴാണ് ആ കണക്ഷൻ കട്ട് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ അമേരിക്കയുടെ സ്റ്റാർലിങ്ക് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ പ്രതിഷേധം 21 പ്രവിശ്യകളിലടക്കം വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്ന കാഴ്ച കാണാൻ സാധിച്ചു. ഈ സാഹചര്യത്തിലാണ് റഷ്യ ഇപ്പോൾ സ്റ്റാർലിങ്കിന്റെ ആ ഉപഗ്രഹത്തെ തകർത്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. റഷ്യയുടെയും ചൈനയുടെയും സഹായത്തോടെയാണ് ഇറാൻ സ്റ്റാർലിങ്ക് തകർത്തതെന്നാണ് കരുതുന്നത്. റഷ്യയുടെ മർമാൻസ്ക് BN ക്രാസുഖ 4 എന്നീ ജാമിംഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് തകർത്തത് എന്നീ റിപ്പോർട്ടുകളുണ്ട്. ഇറാനിൽ ഏകദേശം 40,000 സ്റ്റാർലിങ്ക് ടെർമിനലുകൾ പ്രവർത്തനരഹിതമായിരിക്കുകയാണ്. സ്റ്റാർലിങ്ക് ഡിഷുകൾ കൈവശം വയ്ക്കുന്നവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കാനാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം ഉത്തരവിട്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇറാനിൽ ഇന്റർനെറ്റ് നിരോധനം ോടെയാണ് പ്രതിഷേധക്കാർ പ്രതിഷേധത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും പുറം ലോകത്തേക്ക് അയക്കാനായി സ്റ്റാർലിങ്കിലേക്ക് മാറിയത്. തുടക്കത്തിൽ സ്റ്റാർലിങ്കിന്റെ അപ്ലിങ്ക് ഡൗൺലിങ്ക് ട്രാഫിക്കിന്റെ ഏകദേശം 30% തടസ്സപ്പെട്ടിരുന്നു. ഇപ്പോഴത് 80% വർദ്ധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇറാനിൽ ഇന്റർനെറ്റ് സേവനം പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് ഇലോൺ മസ്കുമായി സംസാരിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് അവിടെ സ്റ്റാർലിങ്ക് സേവനത്തിൽ തടസ്സം നേരിട്ടത്. ഏതാണ്ട് 80 ദശലക്ഷം ഇറാനികളാണ് ഡിജിറ്റൽ ഇരുട്ടിലേക്ക് കടന്നിരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.